ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിവിൽ അറ്റ് 7 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ, ഇൻ ഇന്ത്യൻ റെയിൽവേസ് ദ സ്പൈക്സ് യൂസ്ഡ് ഫോർ ഹോൾഡിംഗ് ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിൽസ് ഓൺ വുഡൻ സ്ലീപ്പേഴ്സ് ആർ നോൺ എസ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതാണ്, ഇന്ത്യൻ റെയിൽവേസിൽ നമ്മൾ മെയിനായിട്ട് 3 ഇമ്പോർട്ടൻറ്റ് റെയിൽസിനെ പറ്റിയാണ് നമുക്ക് അറിയാവുന്നത്. ഒന്ന് ബുൾ ഹെഡഡ്, രണ്ടാമത്തത് ഡബിൾ ഹെഡഡ്, പിന്നെ മൂന്നാമത്തത് ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിൽസ്. അപ്പോൾ ഡബിൾ ഹെഡഡ് ആണ് ഏറ്റവും ആദ്യമായിട്ട് ഇന്ത്യൻ റെയിൽവേസിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇവിടെ ചോദിച്ചേക്കുന്ന ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിൽസിൽ അതിനെ സ്ലീപ്പേഴ്സുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് സ്പൈക്സ് ആണ് യൂസ് ചെയ്തേക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഡോഗ് സ്പൈക്ക്, ഓപ്ഷൻ ബി റൗണ്ട് സ്പൈക്ക്, ഓപ്ഷൻ സി സ്ക്രൂ സ്പൈക്ക് ആൻഡ് ഓപ്ഷൻ ഡി ഇലാസ്റ്റിക് സ്പൈക്ക്. ആൻസർ വരിക ഓപ്ഷൻ എ ഡോഗ് സ്പൈക്സ് ആണ്. റെയിൽസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ടത് ഈ 3 ടൈപ്പ് ഓഫ് റെയിൽസിൻ്റെ കാര്യമാണ്. ഡബിൾ ഹെഡഡ്, ബുൾ ഹെഡഡ്, ഫ്ലാറ്റ് ഫൂട്ടഡ്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് ഇന്ത്യയിൽ വന്നത് ഡബിൾ ഹെഡഡ് ആണ്. പിന്നെ ഫ്ലാറ്റ് ഫൂട്ടഡിൻ്റെ കാര്യം വരുമ്പോൾ ഒന്ന് ഈ ഡോഗ് സ്പൈക്സിൻ്റെ കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ഫൂട്ടഡിൻ്റെ മറ്റൊരു പേരുണ്ട്, വിഗ്നോൾസ് റെയിൽ എന്നും നമ്മൾ അതിനെ പറയാറുണ്ട്. സോ അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എ ട്രാക്ക് ഇസ് ഇലാസ്റ്റിക് മെയിൻലി ബിക്കോസ് ഓഫ് ഓപ്ഷൻ എ റെയിൽസ്, ഓപ്ഷൻ ബി സ്ലീപ്പേഴ്സ്, ഓപ്ഷൻ സി ബാലസ്റ്റ്, ഓപ്ഷൻ ഡി ഫോർമേഷൻ. ആൻസർ വരിക ഓപ്ഷൻ ബി സ്ലീപ്പേഴ്സ് ആണ്. അപ്പോൾ ഐ എം സോറി, ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി സ്ലീപ്പേഴ്സ് അല്ല, ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. എനിക്ക് തെറ്റിയതാണ് ഇവിടെ കൊടുത്തപ്പോൾ. ഓപ്ഷൻ സി ബലാസ്റ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ഇതിൻ്റെ ആദ്യത്തെ ഓപ്ഷൻ നമുക്ക് നോക്കാം, റെയിൽസ്. റെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്രെയിനിൻ്റെ ഹെവി വെർട്ടിക്കൽ ലോഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെയിൽസ്, ആ ഒരു സ്ട്രെസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് റെയിൽസ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ സ്ലീപ്പേഴ്സ് എന്ന് പറയുമ്പോൾ റെയിൽസിനെ ഫേമായിട്ട് ഫിക്സ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് സ്ലീപ്പേഴ്സ് ഉപയോഗിക്കുന്നത്. ഇനി ബാലസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഗ്രാനുലാർ മെറ്റീരിയൽസ് ആണ്. കറക്റ്റായിട്ട് പാക്കിംഗ് കൊടുക്കാൻ, ആ ഒരു ഇലാസ്റ്റിസിറ്റി കൊടുക്കാൻ, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ബാലസ്റ്റ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആ ബാലസ്റ്റിന് മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്, അത് ലോഡ് ട്രാൻസ്ഫർ ചെയ്ത് സ്ലീപ്പേഴ്സിലേക്ക്, പിന്നെ സ്ലീപ്പേഴ്സ് ഫോർമേഷനിലേക്കും ഒക്കെ ലോഡ് ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഫങ്ഷനും കൂടെ ബാലാസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ, ഫോർമേഷൻ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണോ ട്രാക്കിൻ്റെ സർഫസ് ഇരിക്കാൻ വേണ്ടിയിട്ട് ഗ്രൗണ്ട് പ്രിപ്പയർ ചെയ്യുള്ളൂ, അതിനെയാണ് ഫോർമേഷൻ ഗ്രൗണ്ട് എന്ന് പറയുന്നത്. സോ ഇവിടെ ആൻസർ വരിക എ ട്രാക്ക് ഇസ് ഇലാസ്റ്റിക് മെയിൻലി ബിക്കോസ് ഓഫ് ബാലാസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ്, ലാറ്ററൈറ്റ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ഓപ്ഷൻ എ ആർജിലേഷ്യസ് റോക്ക്, ഓപ്ഷൻ ബി ഓർഗാനിക് റോക്ക്, ഓപ്ഷൻ സി വോൾക്കാനിക് റോക്ക് ആൻഡ് ഓപ്ഷൻ ഡി സിലീഷ്യസ് റോക്ക്. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ എ ആർജിലേഷ്യസ് റോക്കാണ്. നമ്മൾ റോക്കിൻ്റെ ക്ലാസിഫിക്കേഷൻ്റെ അകത്ത് മെയിനായിട്ട് ജിയോളജിക്കൽ, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ തന്നെ ഇഗ്നീഷ്യസ്, സെഡിമെൻ്ററി ആൻഡ് മെറ്റമോർഫിക് അങ്ങനെയും ക്ലാസിഫിക്കേഷനുണ്ട്. ഇഗ്നീഷ്യസ് റോക്കിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ലാറ്ററൈറ്റ് എന്ന് പറഞ്ഞാൽ അത് കെമിക്കൽ ക്ലാസിഫിക്കേഷൻ്റെ അകത്ത് വരുന്നതാണ്. കെമിക്കലായിട്ട് നമ്മൾ 3 ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, സിലീഷ്യസ്, ആർജിലേഷ്യസ് ആൻഡ് കാൽക്കേരിയസ് റോക്ക്. സിലീഷ്യസ് റോക്കിൻ്റെ അകത്ത് കൂടുതലും സിലിക്ക എന്ന് പറഞ്ഞ കോമ്പണൻറ്റ്, ആർജിലേഷ്യസിൻ്റെ അകത്ത് ക്ലേ കോമ്പണൻറ്റ് ആൻഡ് കാൽക്കേരിയസിനകത്ത് കാൽസ്യം സൾഫേറ്റ്. അപ്പം ഇവിടെ സിലീഷ്യസ് റോക്സിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത് ഗ്രാനൈറ്റും ക്വാർട്സൈറ്റുമാണ്. ആർജിലേഷ്യസ് റോക്സിൻ്റെ എക്സാമ്പിളായിട്ടാണ് ലാറ്ററൈറ്റും സ്ലേറ്റും വരുന്നത്. കാൽക്കേരിയസ് റോക്സിൻ്റെ എക്സാമ്പിളായിട്ട് ലൈംസ്റ്റോണും മാർബിളും ആണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ലാറ്ററൈറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ലാറ്ററൈറ്റ് എന്തിൻ്റെ എക്സാമ്പിളാണ്? ആൻസർ വരിക ഓപ്ഷൻ എ ആർജിലേഷ്യസ് റോക്സ് ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. പിന്നെ മറ്റ് ഓപ്ഷൻസ് പറഞ്ഞാൽ ഓർഗാനിക് റോക്ക് ഉണ്ട്. ഓർഗാനിക് റോക്ക് എന്നൊക്കെ പറയുന്നത് സെഡിമെൻ്ററി റോക്കിൻ്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്ന റെസിഡ്യുവൽ, ഓർഗാനിക്, കെമിക്കൽ, സോ അതെല്ലാം സെഡിമെൻ്ററി റോക്സിൽ തന്നെ വരുന്നതാണ് ഈ ഓർഗാനിക് റോക്സ് എന്ന് പറയുന്നത്. പിന്നെ സിലീഷ്യസ് റോക്സ് നമ്മൾ പറഞ്ഞു. വോൾക്കാനിക് റോക്സ് എന്ന് പറഞ്ഞാൽ വോൾക്കനോയിൽ വരുന്ന ലാവ ഉണ്ടല്ലോ, ലാവയിൽ നിന്നും കിട്ടുന്ന റോക്സാണ്
അതിൻ്റെ സോൾഡിഫിക്കേഷനിൽ നിന്നും വരുന്നതാണ് വോൾക്കാനിക് റോക്സ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ വെർട്ടിക്കൽ സൈഡ്സ് ഓഫ് ഓപ്പണിംഗ് ഓഫ് ഡോർസ് ആൻഡ് വിൻഡോസ് ആർ കോൾഡ്. ഓപ്ഷൻ എ ജാംസ്, ഓപ്ഷൻ ബി ബട്രസസ്, ഓപ്ഷൻ സി റിവീൽസ് ആൻഡ് ഓപ്ഷൻ ഡി പിലാസ്റ്റേഴ്സ്. ആൻസർ വരിക ജാംസ് ആണ്. വെർട്ടിക്കൽ സൈഡ്സ് ഓഫ് ഓപ്പണിങ്സ് ഓഫ് ഡോർസ് എന്ന് പറഞ്ഞാൽ ജാംസ് ആണ് വരിക. നെക്സ്റ്റ് അപ്പോൾ ആൻസർ ഇസ് ഓപ്ഷൻ എ ജാംസ്. ബട്രസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ റീറ്റെയിനിങ് വാൾസ് ഒക്കെ കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ ആ വാള് ഓവർടേൺ ചെയ്ത് അല്ലെങ്കിൽ ഫെയിലായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, ചരിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സപ്പോർട്ടായിട്ട് സൈഡിൽ കുറച്ച് ഇൻക്ലൈൻഡ് വാൾസും കെട്ടാറുണ്ട്. ആ ഇൻക്ലൈൻഡ് വാൾസിന് നമ്മൾ പറയുക ബട്രസ് വാൾസ് എന്നാണ്. സോ റിവീൽ എന്താണെന്ന് നോക്കാം. റിവീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതിപ്പം ഡോർ ഏതെങ്കിലും ഒരു വിൻഡോ ആണെങ്കിൽ ഇത്രയും ഭാഗം, ആ വാളിൻ്റെ അത്രയും ഭാഗം എക്സ്പോസ്ഡ് ആയിട്ടിരിക്കും. അതിനെയാണ് നമ്മൾ റിവീൽ എന്ന് പറയാം. ഓക്കെ, സോ റിവീൽ എന്ന് പറയുമ്പോൾ ആ ഒരു പോർഷനെ വിളിക്കുന്ന പേരാണ് റിവീൽ. എക്സ്പോസ്ഡ് വെർട്ടിക്കൽ സർഫസ് അറ്റ് റൈറ്റ് ആംഗിൾ ടു ദ ഡോർസ് ഓർ വിൻഡോ ഓപ്പണിങ്സ് ആഫ്റ്റർ ഫിക്സിങ് ഇറ്റ് ഇൻ പൊസിഷൻ, അതിനെയാണ് റിവീൽസ് എന്ന് പറയാം. നെക്സ്റ്റ് പിലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അത് ഒരു ആർക്കിയോളജിക്കൽ എലമെൻ്റ് ആണ്. അത് യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കോളത്തിൻ്റെ ഫങ്ഷനാണ് ചെയ്യുന്നത്. പക്ഷേ അത് ഒരു ആർക്കിയോളജിക്കൽ അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ചറൽ ബ്യൂട്ടിയും കൂടെ അതിൻ്റെ അകത്ത് കൊടുക്കുന്നുണ്ട് പിലാസ്റ്റേഴ്സിന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The approximate weight of a brick should be option A 2.5 kg, option B 3.2 kg, option C 4.5 kg and option D 2 kg. ബ്രിക്കിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ വെയ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ റേഞ്ച് 3 to 3.5 kg ആണ്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ ഇവിടെ കിടക്കുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി 3.2 kg. സോ ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ ബി 3.2 kg ആണ്. ഇനി ബ്രിക്കിൻ്റെ കാര്യത്തിൽ വേറെ രണ്ട് കാര്യങ്ങളും നമ്മൾ ഓർത്ത് വെക്കേണ്ടതുണ്ട്. ബ്രിക്കിൻ്റെ സ്റ്റാൻഡേർഡ് സൈസും നോമിനൽ സൈസും. ബ്രിക്കിൻ്റെ സ്റ്റാൻഡേർഡ് സൈസ് വന്നിട്ട് 190x90x90 mm ആണെന്നുള്ളതും നോമിനൽ സൈസ് വന്നിട്ട് 200x100x100 mm ആണെന്നുള്ളതും ഓർത്ത് വെക്കുക. കാരണം ഈ ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ബ്രിക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത്. സോ അതും കൂടെ ഓർത്ത് വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ടർപ്പൻറ്റൈൽ ഓയിൽ ഇസ് യൂസ്ഡ് ഇൻ പെയിൻറ്റ് എസ്. ഓപ്ഷൻ എ തിന്നർ, ഓപ്ഷൻ ബി ബേസ്, ഓപ്ഷൻ സി കാരിയർ ആൻഡ് ഓപ്ഷൻ ഡി ഡ്രയർ. അപ്പോൾ തിന്നർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെയിൻറ്റിന് പ്രോപ്പറായിട്ട് വിസ്കസിറ്റി കൊടുക്കുക, ഇതിന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യാൻ പറ്റുക, അതിനാണ് തിന്നർ യൂസ് ചെയ്യുന്നത്. സോ ടർപ്പൻറ്റൈൽ ഓയിൽ എന്ന് പറഞ്ഞാൽ അത് ആൻസർ വരിക ഓപ്ഷൻ എ തിന്നറാണ്. ഇനി ബേസ് എന്താണെന്ന് വെച്ചാൽ ബേസ് എന്ന് പറഞ്ഞാൽ പെയിൻറ്റിന് ഒരു സോളിഡ് ബോഡി കൊടുക്കുക, അതിൻ്റെ ക്വാളിറ്റിയെ എസ്റ്റിമേറ്റ് ചെയ്യുന്നതൊക്കെ ബേസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. പിന്നെ കാരിയർ അല്ലെങ്കിൽ വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ പെയിൻറ്റിൻ്റെ എല്ലാ കോൺസ്റ്റുവൻറ്റിനെയും അത് സ്പ്രെഡ് ചെയ്യാൻ സഹായിക്കുക, അതിനെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കാരിയർ അല്ലെങ്കിൽ വെഹിക്കിൾ. ഇനി അതിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുള്ളതെന്ന് പറഞ്ഞാൽ മോസ്റ്റ് കോമൺലി യൂസ്ഡ് കാരിയർ ചോദിക്കാറുണ്ട്, ലിൻസീഡ് ഓയിലാണ്. അതേപോലെ സുപ്പീരിയർ ക്വാളിറ്റി ഉള്ള കാരിയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ടങ് ഓയിലാണ്. നെക്സ്റ്റ് ഡ്രയർ നോക്കാം. ഡ്രയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് പെയിൻറ്റ് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഡ്രയർ യൂസ് ചെയ്യുന്നത്. ഡ്രയറിൽ തന്നെ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രയർ എന്ന് പറഞ്ഞാൽ ലിത്താർജാണ്. സോ അതാണ് അതിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ സ്റ്റീൽ യൂസ്ഡ് ഫോർ മേക്കിംഗ് റെയിൽ ട്രാക്സ് ഇസ്. ഓപ്ഷൻ എ ടങ്സ്റ്റൺ സ്റ്റീൽ, ഓപ്ഷൻ ബി മാംഗനീസ് സ്റ്റീൽ, ഓപ്ഷൻ സി വനേഡിയം സ്റ്റീൽ ആൻഡ് ഓപ്ഷൻ ഡി നിക്കൽ സ്റ്റീൽ. ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ ബി മാംഗനീസ് സ്റ്റീലാണ്. അതായത് റെയിൽ ട്രാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്റ്റീൽ എന്ന് പറഞ്ഞാൽ മാംഗനീസ് സ്റ്റീലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് ഗ്ലാസ് ഇസ്. അപ്പോൾ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ പറയുമ്പോൾ തന്നെ നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് മെറ്റാലിക് സിലിക്കേറ്റ്സ് ആണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ലൈം, ഓപ്ഷൻ ബി സോഡ, ഓപ്ഷൻ സി സിലിക്ക, ഓപ്ഷൻ ഡി പൊട്ടാഷ്. അപ്പോൾ ഗ്ലാസ് മാനുഫാക്ചർ ചെയ്യുന്നതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി സിലിക്കയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ കവറിംഗ് ഓൺ ദ എക്സ്പോസ്ഡ് ടോപ്പ് ഓഫ് എ വാൾ ഇസ് കോൾഡ്. ഓപ്ഷൻ എ കോർണസ്, ഓപ്ഷൻ ബി കോപ്പിംഗ്, ഓപ്ഷൻ സി കോർബൽ, ഓപ്ഷൻ ഡി ക്രാമ്പ്. ആൻസർ വരിക ഓപ്ഷൻ ബി കോപ്പിംഗ് ആണ്. സോ
കോപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാളിൽ വെള്ളം അകത്തേക്ക് പെനിട്രേറ്റ് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കോമ്പൗണ്ട് വാൾസ്, പാരപ്പറ്റ് വാൾസ്, ബൗണ്ടറി വാൾസ് ഇവിടെയൊക്കെ കൊടുക്കുന്ന വാളിൻ്റെ മുകളിൽ കൊടുക്കുന്ന ആ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ കോപ്പിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കോർണിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാളിൻ്റെ മുകളിൽ ഓർണമെൻ്റൽ പർപ്പസിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് കോർണിസ് എന്ന് പറഞ്ഞാൽ, അകത്തൊക്കെ റൂമിലൊക്കെ കൊടുക്കും. നെക്സ്റ്റ് കോർബൽ എന്ന് പറഞ്ഞാൽ അതൊരു സ്ട്രക്ചറൽ പീസ് ഓഫ് സ്റ്റോൺ അല്ലെങ്കിൽ വുഡ് അല്ലെങ്കിൽ മെറ്റലാണ്. മെയിനായിട്ട് അതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ക്യാരി ചെയ്യുക എന്നുള്ളതാണ്. ഇനി ക്രാമ്പ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രണ്ട് സ്റ്റോൺസ് ഉണ്ട്. സ്റ്റോണിനെ കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ടെയിൽ ഷേപ്പിലുള്ള ഡിപ്രഷൻസ് ഉണ്ടാക്കി അതിൻ്റെ അകത്ത് റിച്ച് സിമെൻറ്റ് മോട്ടാർ ഫില്ല് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അതിനെ വിളിക്കുന്ന പേര് ക്രാമ്പ് ജോയിൻറ്റ്സ് എന്നാണ്. അപ്പോൾ ക്രാമ്പ് എന്ന് പറഞ്ഞാൽ അത് ഒരു പീസ് ഓഫ് നോൺ കൊറോസീവ് മെറ്റലാണ്. അത് കോപ്പർ അതേപോലത്തെ മെറ്റൽസൊക്കെയാണ്. അപ്പോൾ ഇത് രണ്ടും കണക്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്രാമ്പ് യൂസ് ചെയ്യുന്നത്. സോ ആ ഒരു ടേം എന്ന് പറഞ്ഞാൽ അതാണ് ഡിഫൈൻ ചെയ്യുന്നത്. പീസ് ഓഫ് നോൺ കൊറോസീവ് മെറ്റലാണ്. അത് മെയിനായിട്ട് നമ്മൾ കാണുന്നത് ഈ ക്രാമ്പ് ജോയിൻറ്റ് എന്ന് പറഞ്ഞതാണ്. സ്റ്റോൺസിൻ്റെ ജോയിൻറ്റ്സുകളിൽ പഠിക്കുന്ന ക്രാമ്പ് ജോയിൻറ്റ്സ് പറയാം. അപ്പോൾ അതിൻ്റെ അകത്ത് ക്രാമ്പ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നു. നെക്സ്റ്റ് ക്രിട്ടിക്കൽ പാത്ത് എന്താണ് എന്നുള്ളതാണ്. ഇസ് ലോങ്ങസ്റ്റ് ആണോ, മേ ബി ലോങ്ങസ്റ്റ് ആണോ, ഇസ് ഓൾവേസ് ലോങ്ങസ്റ്റ് ആണോ, മേ ബി ഷോർട്ടസ്റ്റ് ആണോ. അപ്പോൾ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രോജക്റ്റ്, ഇപ്പോൾ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റിൽ വരുന്നതാണത്. ഒരു പ്രോജക്റ്റിൻ്റെ അകത്ത് കുറേ ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആ ലോങ്ങസ്റ്റ് പാത്ത് ഏത് രീതിയിൽ വേണ്ടിയിട്ട്, ഇപ്പോൾ നമുക്ക് പല ആക്ടിവിറ്റീസ് പല രീതിയിൽ നമുക്ക് ചെയ്ത് തീർക്കാൻ ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു പെർട്ടിക്കുലർ നെറ്റ്വർക്കിൽ ചെയ്യുമ്പോൾ അത് ലോങ്ങസ്റ്റ് പാത്ത് എടുക്കും. അല്ലെങ്കിൽ ആ പാത്തിൻ്റെ ടൈമിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ടൈം എന്നും ആ പാത്തിനെ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ പാത്ത് എന്നും. സോ ഇറ്റ് ഈസ് അപ്പോൾ ആൻസർ വരിക ഓപ്ഷൻ എ ഇസ് ലോങ്ങസ്റ്റ് എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. CPM നെറ്റ്വർക്ക് ഇസ് ഓപ്ഷൻ എ ഇവൻറ്റ് ഓറിയൻറ്റഡ്, ഓപ്ഷൻ ബി സ്ലാക്ക് ഓറിയൻറ്റഡ്, ഓപ്ഷൻ സി ആക്ടിവിറ്റി ഓറിയൻറ്റഡ്, ഓപ്ഷൻ ഡി ഫ്ലോട്ട് ഓറിയൻറ്റഡ്. അപ്പോൾ നമ്മൾ നെറ്റ്വർക്ക് അനാലിസിസിൽ പ്രോഗ്രാംസ് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ടെക്നിക്സ് യൂസ് ചെയ്യാറുണ്ട്. അത് തന്നെ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റിൽ നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ഒരു പ്രോജക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും മിനിമൽ ടൈമിൽ നമുക്കത് തീർക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നെറ്റ്വർക്ക് അനാലിസിസ്. നെറ്റ്വർക്ക് അനാലിസിസിൽ 2 ടെക്നിക്സാണ് യൂസ് ചെയ്യുക. ക്രിട്ടിക്കൽ പാത്ത് അനാലിസിസ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്, അതിനെയാണ് CPM എന്ന് പറയുന്നത്. ഇനി അത് കൂടാതെ മറ്റൊരെണ്ണമുണ്ട്, PERT ഉണ്ട്, പ്രോജക്റ്റ് ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ചേക്കുന്നത് CPM എന്താണ്. CPM എന്ന് പറഞ്ഞാൽ അതൊരു ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ടെക്നിക്കാണ്. അതിൻ്റെ അകത്ത് നമ്മൾ ആ ഏതെങ്കിലും ഒരു വർക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ ആക്ച്വൽ പെർഫോമൻസ് ആണ് അവിടെ അനലൈസ് ചെയ്യുന്നത്. അതേസമയം PERT എന്ന് പറഞ്ഞാൽ അതൊരു ഇവൻറ്റ് ഓറിയൻറ്റഡ് ടെക്നിക്കാണ്. ഇവൻറ്റ് ഓറിയൻറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കംപ്ലീഷനും ബിഗിനിങ്ങും മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യത്തുള്ളൂ. അവിടെ നടക്കുന്ന ആക്ടിവിറ്റി എന്താണ് അതൊന്നും നമ്മൾ അതുമായിട്ട് ബോധേഡല്ല. അതിൻ്റെ ബിഗിനിങ് കംപ്ലീഷൻ അത് മാത്രമാണ്. അപ്പോൾ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ പെർഫോമൻസ് ഓഫ് ദ ആക്ടിവിറ്റിയും, ഇവൻറ്റ് ഓറിയൻറ്റഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കംപ്ലീഷനും കമൻസ്മെൻറ്റ് ഓഫ് ദ ആക്ടിവിറ്റിയുമാണ് സാധാരണ നമ്മൾ നോക്കുന്നത്. സോ PERT ഈസ് ആൻ ഇവൻറ്റ് ഓറിയൻറ്റഡ് ആൻഡ് CPM ഇവിടെ പറഞ്ഞേക്കുന്ന CPM എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ടിവിറ്റി ഓറിയൻറ്റഡ്. സോ ആൻസർ വരെ ഓപ്ഷൻ സി ആക്ടിവിറ്റി ഓറിയൻറ്റഡ് എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്ട്രെയിറ്റ് ലൈൻ ടാൻജൻറ്റ് ടു ദ ലോഞ്ചിറ്റ്യൂഡിനൽ കർവ് ഓഫ് ദ ലെവൽ ട്യൂബ് അറ്റ് ഇറ്റ് സെൻറ്റർ ഇസ് കോൾഡ് ആസ് ഓപ്ഷൻ എ ഹൊറിസോണ്ടൽ ആക്സിസ്, ഓപ്ഷൻ ബി സ്റ്റേഡിയ ലൈൻ, ഓപ്ഷൻ സി ട്രൂണിയൻ ആക്സിസ് ആൻഡ് ഓപ്ഷൻ ഡി ആക്സിസ് ഓഫ് ബബിൾ ട്യൂബ്. ആൻസർ വരെ ഓപ്ഷൻ ഡി ആക്സിസ് ഓഫ് ബബിൾ ട്യൂബാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Mode of transportation for alluvial soil is generally option A wind, option B water, option C ice and option D gravity. ആൻസർ വരിക ഓപ്ഷൻ ബി വാട്ടർ ആണ്. സോ വിൻഡ് ആണെന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് സോയിലിനെ എയോലിയൻ സോയിൽ എന്നാണ് വിളിക്കുക. പിന്നെ ഗ്രാവിറ്റി ആണെന്നുണ്ടെങ്കിൽ കൊളൂവിയൽ സോയിൽ എന്നും, ഗ്ലേഷ്യർ ആണെന്നുണ്ടെങ്കിൽ ഗ്ലേസിയൽ സോയിൽ എന്നുമാണ് വിളിക്കുന്നത്. സോ ഇവിടെ ചോദിച്ചേക്കുന്നത് വാട്ടർ ആണ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ.
അലൂവിയൽ സോയിലിൻ്റെ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്താണ്? വാട്ടറാണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ആക്സിസ് അബൌട്ട് വിച്ച് the telescope and the vertical circle of a theodolite rotate in the vertical plane is called. Option A, vertical axis of telescope. Option B, Trunnion axis. Option C, axis of level tube. And option D, bubble axis. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ്റെ അകത്ത് ആദ്യം നമുക്ക് ആൻസർ നോക്കാം. ആൻസർ എന്ന് പറഞ്ഞാൽ ട്രൂണിയൻ ആക്സിസ് ആണ്. ആക്സിസ് അബൌട്ട് വിച്ച് ദ ടെലിസ്കോപ്പ് ആൻഡ് ദ വെർട്ടിക്കൽ സർക്കിൾ ഓഫ് ദ തിയോഡലൈറ്റ് റൊട്ടേറ്റ് എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഹൊറിസോണ്ടൽ ആക്സിസ്, വെർട്ടിക്കൽ ആക്സിസ്, ഇത് രണ്ടും എന്താണെന്ന് അറിയേണ്ടതുണ്ട്. ഹൊറിസോണ്ടൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ ആംഗിൾ അബൌട്ട് വിച്ച് ദ വെർട്ടിക്കൽ സർക്കിൾ റൊട്ടേറ്റ്സ് എന്നാണ് ക്വസ്റ്റൻ എങ്കിൽ ഇറ്റ് ഈസ് ഹൊറിസോണ്ടൽ ആക്സിസ്. ആംഗിൾ അബൌട്ട് വിച്ച് or the plane and the axis about which the horizontal circle rotates എന്ന് പറഞ്ഞാൽ it is vertical axis. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Axis about which the vertical circle rotates എന്ന് പറഞ്ഞാൽ horizontal axis. Axis about which the horizontal circle rotates എന്ന് പറഞ്ഞാൽ it is vertical axis. Okay. സോ ഇവിടെ ചോദിച്ചേക്കുന്നത്, അപ്പം ഈ ഹൊറിസോണ്ടൽ ആക്സിസിന് പാരലായിട്ട് വരുന്ന ഒരു ആക്സിസ് ആണ് ട്രൂണിയൻ ആക്സിസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് നമുക്ക് ഹൊറിസോണ്ടൽ ആക്സിസ് ഇല്ല. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആക്സിസ് അബൌട്ട് വിച്ച് ദ ടെലിസ്കോപ്പ് ആൻഡ് ദ വെർട്ടിക്കൽ സർക്കിൾ ഓഫ് ദ തിയോഡലൈറ്റ് റൊട്ടേറ്റ് ഇൻ ദ വെർട്ടിക്കൽ പ്ലെയിൻ ഇസ് കോൾഡ്. അപ്പോൾ ആൻസർ വരിക എന്താ? ട്രൂണിയൻ ആക്സിസ് ആണ്. ഓക്കെ. ടെലിസ്കോപ്പ് ആക്സിസ് അബൌട്ട് വിച്ച് ദ ടെലിസ്കോപ്പ് റൊട്ടേറ്റ്, അതായത് ഇപ്പോൾ നമ്മൾ തിയോഡലൈറ്റിലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രാൻസിറ്റിംഗ് ഓഫ് തിയോഡലൈറ്റ് എന്ന് പറയും. അപ്പോൾ ട്രാൻസിറ്റിംഗ് നടക്കുന്ന ആ ആക്സിസ് അബൌട്ട് ഏത് ആക്സിസിലാണ് ട്രാൻസിറ്റിംഗ് നടക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനുള്ള ഏറ്റവും പെർഫെക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഈ ട്രൂണിയൻ ആക്സിസ് ആണ്. സോ ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ ബി, ട്രൂണിയൻ ആക്സിസ് ആണ്. ഇപ്പോൾ ബബിൾ ആക്സിസ് നിങ്ങൾക്ക് അറിയാം. ഇങ്ങനെ ബബിൾ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ടാൻജൻ്റായിട്ട് ബബിൾ ട്യൂബ് ഹൊറിസോണ്ടലായിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിന് ടാൻജൻ്റായിട്ട് പോകുന്ന ഈ ഒരു ആക്സിസിനെയാണ് ബബിൾ ആക്സിസ് എന്ന് പറയാം. So next question നോക്കാം. The maximum tolerance in a 20 meter chain is option A 2 mm, option B 5 mm, option C 3 mm, option D 8 mm. അതായത് 20 മീറ്റർ ചെയിനാണ് നമുക്ക് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എത്രമാത്രം നമുക്ക് എറർ പോസിബിൾ ആണ് എന്നുള്ളതാണ്. അത് ആൻസർ വരെ ഓപ്ഷൻ ബി 5 mm ആണ്. ഇനി 30 മീറ്റർ മെട്രിക് ചെയിനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് എറർ പോസിബിൾ ആയിട്ടുള്ള ±8 mm ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ സൈസ് ഓഫ് എ പ്ലെയിൻ ടേബിൾ ഇസ് ഓപ്ഷൻ എ 750 mm by 900 mm, ഓപ്ഷൻ ബി 450 mm by 600 mm, ഓപ്ഷൻ സി 600 mm by 750 mm, ഓപ്ഷൻ ഡി 300 mm by 450 mm. ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ സി 600 mm by 750 mm എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ വെയ്റ്റ് ഓഫ് ആൻ ഐറ്റം ഇസ് മെഷേർഡ് കറക്റ്റ്ലി ടു നിയറസ്റ്റ്. ഓപ്ഷൻ എ 0.25 kg, ഓപ്ഷൻ ബി 0.5 kg, ഓപ്ഷൻ സി 0.75 kg, ഓപ്ഷൻ ഡി 1 kg. അതായത് നമ്മൾ എസ്റ്റിമേഷൻ്റെ അകത്ത് ഒരു സാധനത്തിൻ്റെ വെയിറ്റ് മെഷർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി ടു ദ നിയറസ്റ്റ് 1 kg എന്നാണ് ആൻസർ വരിക. ആൻസർ ഇസ് ഓപ്ഷൻ ഡി 1 kg. ഇനി വോളിയം ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് 0.01 മീറ്റർ ക്യൂബാണ്. ഏരിയ ആണ് മെഷർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഏരിയ ഷുഡ് ബി മെഷേർഡ് കറക്റ്റ് ടു നിയറസ്റ്റ് 0.01 മീറ്റർ സ്ക്വയർ ആണ്. ലെങ്ത് ആണെങ്കിൽ 0.01 മീറ്ററും. ഇപ്പോൾ വെയിറ്റ് നമ്മൾ പറഞ്ഞു 1 kg. നെക്സ്റ്റ് നമുക്ക് നോക്കാം. എ ഗൺ ചാർട്ട് ഇൻഡിക്കേറ്റ്സ് ഓപ്ഷൻ എ ബാലൻസ് ഓഫ് വർക്ക് ടു ബി ഡൺ, ഓപ്ഷൻ ബി എഫിഷ്യൻസി ഓഫ് പ്രോജക്റ്റ്, ഓപ്ഷൻ സി കമ്പാരിസൺ ഓഫ് ആക്ച്വൽ പ്രോസസ് വിത്ത് ദ ഷെഡ്യൂൾഡ് പ്രോഗ്രസ്, ഓപ്ഷൻ ഡി പ്രോഗ്രസ് കോസ്റ്റ് ഓഫ് പ്രോജക്റ്റ്. ആൻസർ വരെ ഓപ്ഷൻ സി ആണ്. കമ്പാരിസൺ നടത്താൻ വേണ്ടിയിട്ടാണ്. അപ്പം ഷെഡ്യൂളിംഗ് ഇതും കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം ആദ്യം നമുക്ക് ഷെഡ്യൂളിംഗ് എന്താണെന്ന് പറയാം. ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ആക്ടിവിറ്റി ചെയ്യാനുള്ള റിസോഴ്സസിൻ്റെ ക്വാണ്ടിറ്റിയും പിന്നെ ആ ആക്ടിവിറ്റിയുടെ ഡ്യൂറേഷനും ഒക്കെ ഫിക്സ് ചെയ്യുന്നതിനെയാണ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മെയിനായിട്ട് നോക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആക്ടിവിറ്റി കംപ്ലീഷൻ നടക്കാൻ വേണ്ടിയിട്ട് എത്ര സമയമെടുക്കും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഷെഡ്യൂളിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഷെഡ്യൂളിങ്ങിൻ്റെ മെത്തേഡ്സ് ആണ് ഈ പറയുന്ന ഗൺ ചാർട്ടും പിന്നെ അതേപോലെ മൈൽ സ്റ്റോൺ ചാർട്ടും. അങ്ങനെ 2 മെത്തേഡ്സ് ഉണ്ട്. ഇനി ഗൺ ചാർട്ടിൻ്റെ മറ്റൊരു പേരാണ് ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ബാർ ചാർട്ടാണ്. ഓക്കെ.
മൈൽ സ്റ്റോൺ ചാർട്ടും അതുപോലൊക്കെ തന്നെയാണ്. പക്ഷേ ഗൺ ചാർട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും. ഒരു ഭാഗത്ത് വന്നിട്ട് ഒരു ഭാഗത്ത് ആ ഡ്യൂറേഷന്, പിന്നെ മറ്റൊരു ഭാഗത്ത് ആക്ടിവിറ്റി ആയിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ ഇവിടെ ഒരു പ്ലാനിംഗ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി എന്ന് തുടങ്ങി എന്ന് തീരും എന്നുള്ളത് നമ്മളൊരു ബാർ ഡയഗ്രാം വെച്ച് റെപ്രസെൻ്റ് ചെയ്യും. പിന്നെ അതേപോലെ അടുത്ത ആക്ടിവിറ്റിയും നോക്കും. അപ്പം ഇത് തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഇവിടെ എന്താണ്, ഈ ആക്ടിവിറ്റിക്ക് സൈമൾട്ടേനിയസ് ആയിട്ടൊരു പെർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ തുടങ്ങുന്നത് തന്നെയാണ് അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത്. സോ അങ്ങനെ നമുക്ക് ഒരു കമ്പാരിസൺ വളരെ ഈസി ആയിട്ട് നടത്താൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അഡ്വാൻറ്റേജ്. പക്ഷേ മൈൽ സ്റ്റോൺ ചാർട്ടിൽ വന്നിട്ട് നമുക്ക് ഇൻഡിപെൻഡൻസ് ബിറ്റ്വീൻ ആക്ടിവിറ്റീസ്, ഇൻ്റർഡിപ്പെൻഡൻസ് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല മൈൽ സ്റ്റോൺ ചാർട്ടിൽ. സോ ഇതാണ് ഗൺ ചാർട്ട് എന്ന് പറയാം. അപ്പോൾ ആൻസർ വരിക ഓപ്ഷൻ സി ആണ്. കമ്പാരിസണിൻ്റെ കാര്യമാണ് അവിടെ ആൻസറായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ പിച്ച് ഓഫ് സ്റ്റെയർ ഷുഡ് നെവർ എക്സീഡ് ഓപ്ഷൻ എ 40 ഡിഗ്രി, ഓപ്ഷൻ ബി 30 ഡിഗ്രി, ഓപ്ഷൻ സി 25 ഡിഗ്രി ആൻഡ് ഓപ്ഷൻ ഡി 20 ഡിഗ്രി. പിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം റൈസും ഉണ്ട് ഗോയിങ്ങും ഉണ്ട്. ഹൊറിസോണലായിട്ട് നമ്മൾ എടുക്കുന്ന ആ ഒരു ഡിസ്റ്റൻസ് ഗോയിങ് എന്ന് പറയും. വെർട്ടിക്കലായിട്ട് മുകളിലേക്ക് എടുക്കുന്നത് റൈസ് എന്നാണ് പറയാം. അപ്പോൾ ഈ റൈസും ഗോയിങ്ങും സ്റ്റെയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻക്ലൈൻഡ് പൊസിഷനിലായിരിക്കും ഇരിക്കുന്നത്. അപ്പം റൈസിൻ്റെയും ഗോയിങ്ങിൻ്റെയും ആ ഒരു റേഷ്യോനെയാണ് നമ്മൾ പിച്ച് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആ ഒരു ഇൻക്ലിനേഷനെയാണ് നമ്മൾ പിച്ച് എന്ന് പറയുന്നത്. അത് 40 ഡിഗ്രിയെക്കാട്ടിലും കൂടാൻ പാടില്ല എന്നാണ് പറയുക. അപ്പോൾ ആൻസർ ഇവിടെ വരിക ഓപ്ഷൻ എ 40 ഡിഗ്രിയാണ് ആൻസറായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ സർഫസ് ഏരിയ ഓഫ് A0 ഡ്രോയിങ് ഷീറ്റ് ഇസ് ഓപ്ഷൻ എ 0.5 മീറ്റർ സ്ക്വയർ, ഓപ്ഷൻ ബി 1 മീറ്റർ സ്ക്വയർ, ഓപ്ഷൻ സി 1.44 മീറ്റർ സ്ക്വയർ, ഓപ്ഷൻ ഡി 2 മീറ്റർ സ്ക്വയർ. ആൻസർ വരിക ഓപ്ഷൻ ബി 1 മീറ്റർ സ്ക്വയർ ആണ്. A0 ഡ്രോയിങ് ഷീറ്റിനെ ആണെങ്കിൽ 1 മീറ്റർ സ്ക്വയർ ആണ്. A1 വരുമ്പോൾ അതിൻ്റെ പകുതി വരും, 0.5 മീറ്റർ സ്ക്വയർ വരും. A2 വന്നാൽ അതിൻ്റെയും പകുതി 0.25 മീറ്റർ സ്ക്വയർ വരും. A3 0.125 മീറ്റർ സ്ക്വയർ ആൻഡ് A4 0.0625 മീറ്റർ സ്ക്വയർ. അങ്ങനെയാണ് ഓരോ ഡ്രോയിങ് ഷീറ്റ്സിൻ്റെയും ഏരിയ വരുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ്, നമ്മളൊരു 20 ക്വസ്റ്റ്യൻസ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഹാപ്പി ലേണിംഗ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.